അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മൊഡ്യൂൾ 3 ആണ്. ഇതിൽ നമ്മൾ ഇൻവോയ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. GST ഇൻവോയ്സസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് GST ഇൻവോയ്സ് ആണ്. സെക്ഷൻ 31 GST ഇൻവോയ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻവോയ്സ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ സെല്ലർ ടു ബയർ. അതായത് സെല്ലർ ബയർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഇൻവോയ്സ് എന്ന് പറയുന്നത്. എ ഡോക്യുമെൻറ്റ് എവിഡൻസിങ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു ഡോക്യുമെൻറ്റിനെയാണ്, എവിഡൻസായി നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവോയ്സ് ബില്ലെന്ന് പറയുന്നത്. മാൻഡേറ്ററി ടു ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ് ഓർ എ ബിൽ ഓഫ് സപ്ലൈ ഫോർ എവരി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിനും സർവീസസും നമ്മൾ നിർബന്ധമായിട്ടും ഒരു ടാക്സ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈയോ നമ്മൾ ഇഷ്യൂ ചെയ്യണം. GST രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. A tax invoice shall be issued by a registered person supplying goods or services or both. അതായത് GST രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിനോ സർവീസസിനോ അല്ലെങ്കിൽ രണ്ടിനും കൂടിയിട്ടോ ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇറ്റ് മേ ബി ഇഷ്യൂഡ് മാനുവലി ഓർ ഇലക്ട്രോണിക്കലി. അതായത് മാനുവലായിട്ട് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമാറ്റായ ഇലക്ട്രോണിക്കലി ഇഷ്യൂ ചെയ്യാം. ഇതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് എവിഡൻസിങ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഇത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഇത്ര വാല്യൂവിൽ സപ്ലൈ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GST ഇൻവോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കണ്ടൻറ്റ്സ് ഓഫ് ഇൻവോയ്സസ് ആണ്. അതായത് ഒരു ഇൻവോയ്സസിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് നെയിം ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് സപ്ലയർ. അതായത് GST ഇൻ ഓഫ് സപ്ലയർ, ഒരു സപ്ലയറുടെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് സീരിയൽ നമ്പർ വേണം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂസ്, എന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് വേണം. നെയിം ആൻഡ് അഡ്രസ് ആൻഡ് GST ഇൻ റെസിപ്പിയൻ്റ്. അതായത് റെസിപ്പിയൻറ്റിൻ്റെ GST ഇന്നും നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കണം ഇൻവോയ്സിൽ എന്നാണ്